പ്രശംസിക്കും. എന്നന്തരം നിന്നിൽ മോദിക്കുന്നു, എന്നുള്ളം യാഹിൽ പ്രശംസിക്കും. എന്നന്തരം നിന്നിൽ മോദിക്കുന്നു, ശാശ്വതമല്ലാത്തീ ലോകേ നിന്നും, ശാശ്വതമല്ലാത്തീ ലോകേ നിന്നും അനശ്വര സ്വർഗത്തെ കാക്ഷിക്കുന്നു, അനശ്വര സ്വർഗത്തെ കാക്ഷിക്കുന്നു. നീ തന്നെനിക്ക് രക്ഷാദാനം, നീ തന്നെനിക്ക് സമാധാനം. രക്ഷയൻ പക്ഷമായി തീർന്നതിൽ പിന്നെ ലോകത്തിൻ സന്തോഷമായത്രേ. രക്ഷയൻ പക്ഷമായി തീർന്നതിൽ പിന്നെ ലോകത്തിൻ സന്തോഷമായത്രേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ അനുഗ്രഹീതമായ വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സാവകാശം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഹല്ലേലൂയ വിൽസൺ ജോസഫ് ഫാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, കടന്നു വന്ന ദൈവമക്കൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം മനോഹരവും അനുഗ്രഹവുമായി ദൈവത്തെ ആരാധിപ്പാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ കൃപയാൽ എന്ന് വേണം പറയുവാനായിട്ട്. ഫുജേറായിൽ എൻ്റെ മൂത്ത മകൾ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ അവളുടെ അടുക്കിലേക്ക് ഞാൻ കുടുംബമായി ഞാനും വൈഫും കടന്നു വരുവാനിടയായി. വൈഫ് 2-3 മാസമായിട്ട് അവിടെയുണ്ട്. മോളുടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നു. ഞാനൊരു 3 ആഴ്ചത്തേക്കായിട്ട് കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് കുട്ടനാട് എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരിക്കടുത്ത് വെളിയനാട് എന്ന് പറയുന്ന എൻ്റെ ജന്മസ്ഥലമായിരിക്കുന്ന ആ സ്ഥലത്ത് എൻ്റെ മാതൃസഭയിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നു. 3 ആഴ്ചത്തേക്ക് ഞങ്ങളുടെ സെൻട്രൽ ശുശ്രൂഷകൾ ഫലമേൽപ്പിച്ചിട്ടാണ് പ്രത്യേകമായി കടന്നു വരുവാനിടയായത്. ഈ വർഷിപ്പ് സെൻറ്ററിലും ഏകദേശം ഒരു 4-5 മീറ്റിങ്ങുകളിൽ ഇപ്പോൾ സംബന്ധിപ്പാനിടയായി. ഇവിടെയും പ്രിയ കുര്യച്ചായൻ ജാക്സൺ ഇവരോടുള്ള ബന്ധത്തിലാണ് കർത്താവിൻ്റെ ദാസനുമായിട്ട് പരിചയപ്പെടുവാനും കടന്നു വരുവാനും ഒക്കെ ദൈവം സഹായിച്ചത്. കർത്താവ് അനുവദിച്ചാൽ 26-ാം തീയതി ഞാൻ തിരിച്ച് കടന്നു പോകും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അവർ 3 പേരും വിവാഹിതരായി അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ. ഒരാൾ ഫുജറായിൽ, ഒരാൾ ഈ ഷാർജയുടെ പ്രദേശത്ത്, ഒരാൾ ദുബൈയിലും. 3 പെൺകുഞ്ഞുങ്ങളും ഫാമിലിയായിട്ട് ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രം. കുട്ടനാട്ടിൽ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരു ഭാഗ്യം നിന്ന് റോമൻ കത്തോലിക്ക സഭയിൽ വിശ്വാസത്തിൽ നിന്ന് ആ അനുഭവത്തിൽ എൻ്റെ 16-ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്തൃവചനം പഠിച്ച് ദൈവവചനം പഠിച്ച് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. ഏകദേശം 36 വർഷക്കാലമായി സുവിശേഷ വേലയിലായിട്ട് ചെറുപ്രായം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനിടയായി. അങ്ങനെ ദൈവം തന്ന കുഞ്ഞുങ്ങളെയും അതേ വളർത്തി കർത്താവ് ഇത്രത്തോളം കൊണ്ടുവരുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഈ സത്യ ദൈവത്തെ അറിയുവാൻ ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവമാണ് നമുക്ക് മാറ്റം വരുത്തുന്നത്. സമയം അധികം മുൻപോട്ട് പോകുന്നല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ശേഷമായി കർത്തൃദാസന്മാർ ദൈവവചനത്തിന് സംസാരിക്കുവാനുണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടതായ ഒരു വചനഭാഗം നമുക്കൊന്ന് വായിക്കാം, ചില മിനിറ്റുകൾ മാത്രം. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായം. പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ഒക്കെയും ജനം കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ
ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും ഉള്ളവരായി തീർന്നു ജനം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ജനത്തിന് ഭയങ്കര വിസ്മയമായിട്ട് പരിഭ്രമമായി തീരുവാനിടയായി. എന്താണ് സംഭവം എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. സുന്ദരമെന്ന് പറയുന്ന ദേവാലയ ഗോപുരത്തിങ്കൽ അതിൻ്റെ വാതിക്കൽ ഒരു മുടന്തനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുക. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവൻ തനിയെ അവിടെ വന്നതല്ല, ചിലരവനെ കൊണ്ട് ഇരുത്തുന്നതാണ്. അപ്പം അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അവന് വേണ്ടി മാത്രമല്ല അവൻ യാചിക്കുന്നത്, അവനെ കൊണ്ട് ഇരുത്തുന്നവർക്ക് വേണ്ടിയും കൂടിയാണ് യാചിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനവിടെ ദീർഘനാളുകളായി ഈ പ്രക്രിയയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ പലരും ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവന് ചില തുട്ടുകൾ കൊടുക്കുന്നത് താൻ അനുഭവിക്കുന്നുണ്ട്, അല്ലാതെ അവനിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വ്യത്യസ്തരായ രണ്ട് പ്രിയപ്പെട്ടവർ ആലയത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെറുതെ അല്ല അവർ ആലയത്തിലേക്ക് വരുന്നത്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം അധ്യായങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി നിന്നപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ദൂതൻ ഇങ്ങനെയാണ്, ദൂതന്മാർ പറയുന്നു, അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവനെ വിട്ട് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് പോയ യേശു വേഗം വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നിങ്ങൾ, കർത്താവ് പറഞ്ഞിങ്ങനെയാണ്, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. 2-ാം അധ്യായത്തിൽ അവിടെ ഒരു കാത്തിരിപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു കൂടിവരവ് അവിടെ നടത്തി, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ച് 3000 പേര് രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അങ്ങോട്ട് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരിക. അഭിഷേകത്തിൻ്റെ ആത്മശക്തിയുടെ ആ അനുഭവങ്ങൾ മുൻപോട്ട് വരുമ്പോൾ, 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആ ആത്മശക്തി പ്രാപിച്ച പത്രോസും യോഹന്നാനും കൂടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരികയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിക്കുവാനിടയായി, ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ചുകൊണ്ട് ആലയത്തിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് വന്നു. ദൈവത്തിൻ്റെ ആലയത്തിലല്ല വിടുതൽ നടക്കുന്നത്, ആലയത്തിന്റെ വെളിയിലാണ് വിടുതൽ നടക്കുന്നത്. വാതിക്കൽ വന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആലയത്തിലല്ലേ ആത്മശക്തി വ്യാപരിക്കുന്നത്, ആലയത്തിന്റെ വെളിയിൽ വ്യാപരിച്ചുകൊണ്ട് ആലയത്തിനകത്തേക്ക് വരുമ്പോൾ ആ ശക്തി കൂടുതലായി വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്. ആലയത്തിന്റെ വാതിക്കൽ ഒരു മനുഷ്യൻ മുടന്തനായിട്ടിരിക്കുക, അവനെ കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചു നോക്കി, സാധാരണ നോട്ടം നോക്കി. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് പറയുന്നു, യോഹന്നാൻ പറയുന്നു, ഞങ്ങളെ നോക്കുവീൻ. സാധാരണപ്പെട്ടവരെ നോക്കുന്നവനൊക്കെ നോക്കിയാൽ പോരാ, ദൈവമക്കളെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചില കാഴ്ചകൾ കാണുവാൻ, ചില അനുഭവങ്ങൾ കാണുവാൻ ഇടയായി തീരും. സാധാരണ ഒരു നോട്ടം നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയല്ല. ഞങ്ങളെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ, ഞങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ. ഞങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ലോകത്തോട് പറയുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ നമുക്കുള്ള ഒരു ഹല്ലേലൂയ സന്ദേശം ഇതാണ്. മറ്റുള്ളവരെ നോക്കുന്നത് പോലെയല്ല, യേശുവിനെ നോക്കിയാൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഒന്ന്, യേശുവിനെ ആരാധിക്കുന്ന ദൈവമക്കളെ നോക്കിക്കഴിഞ്ഞാൽ അവരിലും ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നിലും നിങ്ങളിലും മറ്റുള്ളവരിൽ ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകമത്രേ. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകം എന്നിൽ നിങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഞങ്ങൾ നോക്കിക്കേ. എന്നിട്ട് പറയാണ്, പൊന്നും വെള്ളിയും
ഞങ്ങൾക്കില്ല. നീ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇല്ല, ഹല്ലേലൂയ, ഞങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത ചിലതുണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തിയുണ്ടല്ലോ, മറ്റുള്ളവർക്കില്ലാത്ത ഹല്ലേലൂയ ചില ഹല്ലേലൂയ നന്മ. അതേ സ്തോത്രം, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഒരുപക്ഷെ മറ്റുള്ളവർക്കില്ലാത്തതായിരിക്കും, ഒരു പ്രത്യേകതയുള്ളതായിരിക്കും. ഹല്ലേലൂയ, അതും വഹിച്ചുകൊണ്ട് വേണം ഞാൻ നിങ്ങൾ മുൻപോട്ട് പ്രയാണം ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങൾക്ക് ഇല്ല. ഇന്ന് അതിനൊരൊട്ടും കുറവില്ല. നമുക്കുള്ളത് അത് മാത്രമാണോ? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന കുഞ്ഞെ, നിനക്ക് അതില്ലെങ്കിലും, പണമില്ലെങ്കിലും, പ്രതാപമില്ലെങ്കിലും, സ്ഥാനമില്ലെങ്കിലും നിന്നിൽ എൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അഭിഷേകമുണ്ടെങ്കിൽ, ആത്മശക്തി ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ടെന്ന് എൻ്റെ ദൈവവചനം പഠിപ്പിച്ച ഒരു ഭൃത്യൻ ഇങ്ങനെ പറയുവാനിടയായി. കർത്തൃദാസൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ പഠിപ്പിക്കുവാനിടയായി. മക്കളെ, നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെയും പിറകെ പോകണ്ട, ഒന്നിൻ്റെയും പിറകെ പോകണ്ട. ആത്മശക്തിയുള്ളൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ, നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങളെ തേടി അതെല്ലാം വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് പറയുവാനുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി കർത്താവ് അത്ഭുതകരമായി വഴി നടത്തി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ അതേ ദൈവവചന പ്രകാരം വളർത്തിക്കൊണ്ട് വന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിച്ച് പ്രത്യാശയോടെ കടന്നു വന്ന് അവർക്ക് കൊടുക്കുവാനുള്ളത് ഈ സന്ദേശമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. അവർക്ക് വേണ്ടി ദൈവം തക്ക സമയത്ത് വഴി തുറന്ന് ഇന്ന് മാന്യമായ നിലയിൽ അവർ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ജീവിക്കുകയാണ്. ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആരാധിച്ച് ദൈവകൃപയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരു സന്ദേശം എനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. മക്കളെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ മറന്നു കളയരുത്. നിങ്ങളിലുള്ളത് ആത്മീയമായിക്കോട്ടെ, ഭൗമികമായിക്കൊള്ളട്ടെ, അങ്ങോട്ട് പാസ് ചെയ്യുവാൻ നിങ്ങൾ മടിക്കരുത്. ചിലർക്ക് കരം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സമയം പോയതുകൊണ്ട് നിർത്തുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് എന്ത് ചെയ്യാ? നിനക്ക് തരികയാന്ന് പറഞ്ഞു. എന്ത് ചെയ്യും? നസറേയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക, നടക്കുക എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയല്ലായിരുന്നു. അവരുടെ കരം അങ്ങോട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, കുഞ്ഞ്, നീ ചിലർക്ക് കരം കൊടുക്കണം കേട്ടോ, നീ ചിലർക്കൊന്ന് കൈ കൊടുക്കണം കേട്ടോ, അതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കരം കൊടുക്കുന്നത് എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വാസ്തേ സ്തോത്രം. എങ്ങനെയാ? ഇങ്ങനെ അല്ലേ കരം കൊടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മുഖത്തോട് നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സ്തോത്രം കൊടുത്താൽ അതിനകത്തൊരു ആത്മശക്തി ഉണ്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അത്ര ഒപ്പം ഇല്ലെങ്കിലും, നമ്മളെക്കാൾ താഴ്ന്നതാണെങ്കിലും, അതേ സ്തോത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കൈ കൊടുത്താൽ നിന്റെ ഒപ്പം എഴുന്നേറ്റ് വരാൻ ചിലരുണ്ടെന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിനോളം വളർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ചിലതിനെ ഒപ്പത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. ഏതൊപ്പം വരണമെന്നാണ്? നമ്മൾ അനുഭവിക്കുന്ന ഈ ആത്മീയ സന്തോഷം, നമ്മൾ അനുഭവിക്കുന്ന ഈ രക്ഷ, നമ്മൾ അനുഭവിക്കുന്ന ഈ വിടുതല് അനുഭവിക്കാതെ താഴെ കിടക്കുന്ന മുടന്തന്മാരായ എത്ര പേരുണ്ടെന്നറിയാമോ? അവരെ പൊക്കിയെടുക്കുവാൻ കുഞ്ഞെ ദൈവം നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് നിന്റെ ചാർച്ചക്കാരായിക്കൊള്ളട്ടെ, നിന്റെ ബന്ധുമിത്രാദികളായിക്കൊള്ളട്ടെ, അയൽക്കാരായിക്കൊള്ളട്ടെ, കൂട്ടുകാരായിക്കൊള്ളട്ടെ, അവർ അനുഭവിക്കുന്ന വിഷമത്തിൽ നിന്ന് പൊക്കിയെടുത്ത് നിന്നോട് ചേർത്ത് പിടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആഗ്രഹമായിട്ട് അഭിഷേകത്തോടെ ഒന്ന് കൈ പിടിച്ച് പൊക്കിയാലുണ്ടല്ലോ, അവൻ പൊങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഒന്ന് ചവിട്ടിത്താക്കാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊക്കിയെടുത്ത് അവൻ്റെ ഒപ്പം നിർത്തി കഴിഞ്ഞപ്പം അവൻ നിൽക്കുന്നില്ല. അവൻ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റോടെ അവൻ്റെ നരിയാണി ഉറച്ചു. ഹല്ലേലൂയ. അവൻ കുതിച്ചെഴുന്നേറ്റ് തുള്ളിയും ചാടിയും കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നെന്ന്. വെളിയിൽ വെച്ച് വിടുതൽ അനുഭവിച്ചിട്ട് അവൻ പോകുകയല്ലായിരുന്നു ചെയ്തത്. പത്രോസ് യോഹന്നാനും ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ പോകുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ആലയത്തിൽ കയറി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്നത് പോലെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ നമ്മുടെ സമശിഷ്ടങ്ങളും ദൈവത്തെ ആരാധിക്കണമെന്ന്, ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ചിന്ത
എന്നെയും നിങ്ങളെയും ഭരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിന് നാം കരം കൊടുക്കുവാൻ, അതിന് നാം കൈ കൊടുക്കുവാൻ തയ്യാറാകണമെങ്കിൽ നമുക്ക് പൊക്കിയെടുത്തുകൊണ്ട് വരാൻ സാധിക്കും. സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ, നമ്മളിൽ പകർന്നിരിക്കുന്ന ആ ആത്മീയ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, അവർ കർത്താവിലേക്ക് കടന്നു വന്ന് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ തുള്ളിച്ചാടുന്നവരെ നോക്കി നിന്നുകൊണ്ട് ജനം പറയുകയാണ്, ഇവൻ എന്ത് സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. പരിഭ്രമമായി, അവർക്ക് വിസ്മയമായി. രൂപാന്തരം വരുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ചില മാറ്റങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർ അത്ഭുതപ്പെടുവാൻ കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. എന്നിൽ നിങ്ങളിലും മാറ്റമുണ്ടോ? നമ്മളിൽ രൂപാന്തരം ആവശ്യമല്ലേ? ഈ നാളുകളിൽ ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ആ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഇടത്ത് നിന്ന് കുറച്ചും കൂടെ മുൻപോട്ടൊന്ന് നടക്കുവാൻ, ഒന്ന് കുതിച്ചുയരുവാൻ, കുറച്ചും കൂടെ ആത്മീയ സന്തോഷത്തിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. നാം എപ്പോഴും അതെ ഇങ്ങനെ ഇരുന്നു പോകാനല്ലെന്ന് ഓർത്തുകൊള്ളണം. നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതെപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മുടന്തനായ മനുഷ്യൻ അതെ നാളുകളായി വർഷങ്ങളായി ഒരുപക്ഷെ ഇരുന്ന് കാണും. അവനുള്ള വിടുതല് ഹല്ലേലൂയ അഭിഷേകത്തോടെ വന്നപ്പോൾ അവൻ വിടുതൽ പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. എനിക്കും നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടെന്ന്. ഹല്ലേലൂയ. സക്കറിയാവേ, വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്നു. എലിസബത്തെ നീ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇരുവരും ദൈവത്തിൽ നീതിയുള്ളവരാണ്, നിങ്ങൾക്ക് ഒരു കുറവുമുള്ളവരല്ല. പക്ഷേ മറുപടി ലഭ്യമായില്ല. ഒരു ദിവസമുണ്ട് ദൈവത്തിന്റെ ദൂതൻ അവിടെ അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത ഒരു ദിവസം വരാൻ പോകുകയാണ്. യാഗപീഠത്തിന്റെ വലതു ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട് സെക്കരിയാവേ എന്ന് വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കും ഒരു ദിവസം. അതുകൊണ്ട് ശുശ്രൂഷയിൽ നീ ഉദാസീനത വിചാരിക്കേണ്ട. ഒരു നറുക്ക് നിനക്ക് വീഴാനുള്ള സമയമായിരിക്കുകയാ. എനിക്ക് നിങ്ങൾക്ക് ഒരു ദിവസമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ വിളിച്ചു പറയുകയാ. അതെപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ഞാനിങ്ങനെ ഇരുന്ന് പോകത്തേയുള്ളൂ, ഞാനിങ്ങനെ നശിച്ചു പോകത്തേയുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഞാനിങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചു പോകും, എനിക്കൊരു ഉന്നമനം ഇല്ല, എനിക്കൊരു ഉയർച്ചയില്ല, എനിക്കൊരു വളർച്ചയില്ല എന്ന് ചിന്തിക്കരുത്. ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. ആ ദിവസത്തിൽ ഞാൻ നിങ്ങളും അവിടെ പ്രസന്റ് ആണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കൂട്ടായ്മ വിട്ടു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവ സാന്നിധ്യം വിട്ടു പോകരുത്. ഒരു ദിവസം പ്രതീക്ഷയോടെ കാത്തിരിക്ക്. വിടുതലിന്റെ ദിവസമുണ്ട്. ദൈവം വിടുവിക്കുന്നവനാണ്. കര ഉയർത്തുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസനോട് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. നമ്മളെ ജയോത്സവമായി ദൈവം വഴി നടത്തും. നമുക്ക് വേണ്ടുന്നതെല്ലാം കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കർത്താവ് വരാറായി. ഹല്ലേലൂയ.